ടൂ വീലർക്ക് ഉപയോഗിക്കുന്ന മിക്കവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഒന്നാമത് കയറ്റം കയറുമ്പോൾ വണ്ടിക്ക് വലിയ കുറവ്, അതുപോലെ കയറ്റം കയറുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നീട് ഓണാകാൻ ബുദ്ധിമുട്ട്. പിന്നെ മിക്കവരും നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് എഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതെല്ലാം എൻ്റെ സ്വന്തം വണ്ടിയിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നു. പ്രോ മെക്കാനിക് ആയിട്ടുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. വണ്ടിക്ക് പിക്കപ്പ് കുറയാനും അതുപോലെ കയറ്റം കയറുമ്പോഴൊക്കെ എഞ്ചിൻ ഓഫായി പോകുന്നതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് വാൽവ് ക്ലിയറൻസ്. സാധാരണ വണ്ടിക്ക് പിക്കപ്പ് കുറയുമ്പോൾ മിക്കവരും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ക്ലച്ച് മാറൽ, കാർബറേറ്റർ ക്ലീനിങ്, കാർബറേറ്റർ മാറി വെക്കൽ, എയർ ഫിൽറ്റർ മാറൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. വാൽവ് ക്ലിയറൻസിൻ്റെ കാര്യം മാത്രം ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല, ഇതിനെപ്പറ്റി അറിയില്ലാത്തതുകൊണ്ടാവും. അപ്പോൾ വാൽവ് ക്ലിയറൻസ് ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെയാണ് വണ്ടിക്ക് ശരിയായ രീതിയിലുള്ള പവർ, മൈലേജ് ഇതെല്ലാം കിട്ടുള്ളൂ. അതുപോലെ വാൽവ് ക്ലിയറൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാതെ വരാനും കാരണമായേക്കാം. അപ്പോൾ വണ്ടിക്ക് കയറ്റം കയറുമ്പോൾ പിക്കപ്പ് കുറവ്, അതുപോലെ കയറ്റം കയറുമ്പോൾ എഞ്ചിൻ ഓഫായി പോകുന്ന പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം മറ്റുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ വാൽവ് ക്ലിയറൻസിൻ്റെ കാര്യം കൂടി ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ മിക്കവർക്കും കോമൺ ആയിട്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഓയിൽ ലീക്ക്. അപ്പോൾ അതിനുള്ള കാരണം ഹെഡ് കവറിൻ്റെ ഈ ഒരു ഓയിൽ സീൽ കംപ്ലൈൻറ്റ് ആകുന്നതുകൊണ്ടാണ്. അപ്പോൾ ചില മോഡൽ വണ്ടികളിലേക്ക് ഓയിൽ സീൽ പുതിയത് മേടിക്കാൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പഴയത് തന്നെ വെച്ചൊപ്പിക്കേണ്ടി വരും. അപ്പോൾ പഴയ ഓയിൽ സീലൊക്കെ ഉപയോഗിക്കുമ്പം ഓയിൽ ലീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിതുള്ള അനാബോണ്ട് ഉപയോഗിച്ച് നമുക്കത് പരിഹരിക്കാൻ പറ്റും. എഞ്ചിൻ്റെ ഏത് ഭാഗത്തുനിന്നുള്ള ഓയിൽ ലീക്ക് നമുക്കിത് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ട്യൂബ് അനാബോണ്ടിന് 50 രൂപയ്ക്കുള്ളൂ. റെഡ് നിറത്തിലുള്ളതും ക്ലിയർ ആയിട്ടുള്ളതുകൊണ്ട് റെഡ് നിറത്തിലുള്ളതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഓയിലിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് എല്ലാ സൈഡിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. ഓവറായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തുടച്ചെടുക്കണം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഓയിൽ സീൽ കറക്റ്റായിട്ട് വെച്ചൊന്ന് പ്രസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഓയിൽ സീലിൻ്റെ മുകളിലും അനാബോണ്ട് അപ്ലൈ ചെയ്യണം. ഇതുപോലെ എല്ലാ സൈഡിലും ഒരേപോലെ അപ്ലൈ ചെയ്യുക. ഓവറായിട്ടുള്ള എല്ലാം തുടച്ച് കളയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് ബൾജായിട്ട് എടുക്കുന്ന അനാബോണ്ടെല്ലാം കറക്റ്റായിട്ട് തുണി എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ച് കളയുക. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഓയിൽ ലീക്ക് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അനാബോണ്ട് ഓട്ടോമോട്ടീവ് ഷോപ്പുകളിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.